പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് റോസ് പ്ലാന്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റോസിൽ എങ്ങനെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസിൽ പെട്ടെന്ന് വേര് പിടിക്കാനുള്ള ടിപ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും റോസ് പ്ലാന്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒത്തിരി പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. കൂടുതലും നമ്മൾ വാങ്ങിക്കുന്ന ബെഡ് റോസുകളാണ്. ബെഡ് റോസുകൾ നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നട്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അത് നശിച്ചു പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ബെഡ് റോസ് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്ലാൻസ് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നേരെ നമ്മുടെ ബെഡ് റോസ് എങ്ങനെയൊക്കെ പരിപാലിക്കാം, എങ്ങനെയൊക്കെ നടാം എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം ഞാനിത് കാണിക്കാൻ പോകുന്നത്, ഞാൻ കുറച്ച് റോസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. അതായത് ഞാൻ ബസ് കാത്തിക്കുന്ന സമയത്ത് അവിടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിറച്ച് കുറേ റോസസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കി. മാനന്തവാടിയാണ്. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ഒത്തിരി റോസസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ബെഡ് റോസ് വാങ്ങിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബെഡ് റോസ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കളേഴ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഓരോ റോസസ് കാണിച്ചു തരാം. നല്ലൊരു ഓറഞ്ച് കളർ റോസാണ് കേട്ടോ. ഇതെൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പോലെ നഴ്സറിയിൽ നിറച്ച് മണ്ണായിട്ടല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു കവറുണ്ട്. അതിൻ്റെ അടിയിൽ, അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ അടിയിൽ ചെറുതായിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ടേ ഉള്ളൂ. അതായത് ചെടി വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മണ്ണൊന്നും നിറച്ചില്ല. അതുകൊണ്ട് നമുക്ക് ബസ്സിലൊക്കെ കൊണ്ടുവരാനൊക്കെ സുഖമായിരുന്നു കേട്ടോ. മാത്രമല്ല അവർക്ക് വിൽക്കുമ്പോഴും അതായിരിക്കും സൗകര്യം. ഒത്തിരി പ്ലാന്റ്സ് കൊണ്ടുവന്ന് വിൽക്കുന്നത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നഴ്സറിയിലൊക്കെ പോയാൽ നമുക്ക് ഈ മണ്ണോട് കൂടി തന്നെ കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത കളർ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു റോസ് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. കാരണം ഇതിൻ്റെ ലീവ്സ്, മുകളിലെ ലീവ്സ് നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഒരു ബ്ലാക്ക്, ഒരു മെറൂൺ ഷെയ്ഡ് വന്നിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു റോസ് ഇങ്ങനെ അടുക്കി വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ മെറൂൺ കളറിലുള്ള റോസ് ഇങ്ങനെ അടുക്കി വെച്ച് കാണാൻ, ഇലകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ റോസ് എനിക്ക് തോന്നുന്നു ഇവിടെ വീട്ടിലുള്ള റോസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കടയിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ചൊരു രസം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന റോസ് തന്നെയായിരുന്നു തോന്നുന്നു. നമ്മുടെ പൂന്തോട്ടത്തിലുള്ള ഒരു റോസ് തന്നെയായിരുന്നു ഇത്. പക്ഷെ കുറച്ചൊരു വ്യത്യാസം ഉണ്ട് തോന്നുന്നു കേട്ടോ, അറിയില്ല. അപ്പോൾ അടുത്ത റോസ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് റോസാണ്, കണ്ടില്ലേ? ഈ ഒരു വൈറ്റ് നമുക്ക് വീട്ടിലില്ലായിരുന്നു. അപ്പം ഈ റോസ് കിട്ടിയപ്പം ഇതിനൊക്കെ 30 രൂപയാണ് കേട്ടോ അവർ വാങ്ങിച്ചത്. 30 രൂപയ്ക്ക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഇനി ഒരു പിങ്ക് കളർ റോസാണ് അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് ഇല്ലാത്ത കളക്ഷനായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ റെഡ് കളറ്, നല്ല റെഡ് കളറിൽ ചെറിയ പൂക്കളാണ് വരുന്നത്. റെഡ് കളറ് നമുക്കുണ്ട്, പക്ഷെ അത് വലിയ ഫ്ലവർ ആയതുകൊണ്ട് ഇത് ചെറിയ പൂക്കളാണ്. പൂക്കളിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 50 രൂപേൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് പൂവിലൊരു വ്യത്യാസമുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു യെല്ലോ ആൻഡ് റെഡ് ഷെയ്ഡ്, 2 കളർ കൂടി വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലിയ പ്ലാന്റുമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബെഡ് റോസ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കിത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കുറച്ച് ടിപ്സൊക്കെ ഒന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റോസിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ബെഡ് റോസ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ഞാൻ ചട്ടിയിലാണ് നടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പലരും പറയാറുണ്ട് നിലത്ത് നടുന്നതാണ് നല്ലത് എന്നൊക്കെ. പക്ഷെ ചട്ടിയിൽ നടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതുപോലെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി തന്നെയാണ് നല്ലത്. അപ്പം നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം
നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോട്ട് മിക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ കുറച്ച് പെർലൈറ്റ് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെള്ളം ഒക്കെ കെട്ടി നിൽക്കാതെ വാർന്നു പോകാനായിട്ട് കുറച്ച് പെർലൈറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ചെറിയ അളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഏതെങ്കിലും ഒരു ജൈവവളം നമ്മൾ നമ്മുടെ പോട്ട് മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഞാനൊരു സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി മൂന്നും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. ചകിരിച്ചോറ് വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുപോലെ പെർലൈറ്റും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെടി നടുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ പോട്ടിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ബെഡ് റോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതുപോലൊരു ഇൻസുലേഷൻ ചുറ്റിയിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മുടെ നോർമൽ റോസ കൊമ്പിനോട് ബെഡ് ചെയ്ത രീതിയിലാണ് നമ്മുടെ ബെഡ് റോസുകൾ ഉണ്ടാവുക. ഈ ഒരു മെയിൻ കൊമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഏതെങ്കിലും റോസിൻ്റെ കൊമ്പായിരിക്കും. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ബെഡ് റോസ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു ഇൻസുലേഷൻ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്, നമുക്കും പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ഇൻസുലേഷൻ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കാലം നിന്നതിന് ശേഷം നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അഴിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് നമ്മുടെ പ്ലാന്റ് നാശമായി പോകാനും അതുപോലെ ആ ഭാഗം വളരാതെ ഇങ്ങനെ ഉണങ്ങിപ്പോവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഇൻസുലേഷൻ്റെ ആവശ്യം നമുക്കിനി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ റോസ് നമ്മുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ മുഴുവനായിട്ട് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ചെടി നടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏകദേശം ഒരു പകുതി മുക്കാലോളം നിറച്ചതിന് ശേഷം മാത്രം ചെടി നടാനായിട്ട് ശ്രദ്ധിക്കുക. ചെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് നടുന്ന സമയത്ത് ചെടി ഒത്തിരി പൊന്തി പോകാനും പിന്നെ നമുക്ക് എന്തെങ്കിലും വളം കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ മണ്ണ് കൊടുത്താൽ മതി. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ചെടി നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പോട്ടിൽ ഈ ഒരു ബെഡ് റോസ് നടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മണ്ണിലേക്ക് നടുമ്പോൾ ഒത്തിരി ഉയരത്തിൽ പോകും എന്നുണ്ടെങ്കിൽ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. ചട്ടിയിൽ നമുക്ക് ഒത്തിരി വലുപ്പത്തിൽ അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. ഒത്തിരി വലുതായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൂണിങ് വളരെ നിർബന്ധമാണ് നമ്മുടെ ബെഡ് റോസുകൾക്ക്. വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴ കഴിയുമ്പോഴത്തേക്ക് പുതിയ തളിർപ്പുകളൊക്കെ വന്നിട്ട് പുതിയ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളങ്ങളായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ജൈവ വളങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മുടെ മുട്ടത്തോട്, ചായച്ചണ്ടി, അതുപോലെ പഴത്തൊലി, ഇതൊക്കെ നമുക്ക് കഷ്ണങ്ങളായി മുറിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി പൊട്ടാസ്യം, കാൽസ്യം, ഇങ്ങനെ ഒത്തിരി ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ്. മാത്രമല്ല നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം റോസിന് കൊടുക്കുമ്പോൾ മുട്ടത്തോടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഉയരത്തിൽ പോയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു പൂവിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. പൂവിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഏത് പ്ലാന്റ് ആണെങ്കിലും പ്രൂൺ ചെയ്യാനായിട്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഒത്തിരി ഉയരത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുട്ടുകളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നന്നായിട്ട് നനച്ചു കൊടുക്കുക. നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെയിലത്തേക്കൊന്നും വെക്കരുത്, ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് റോസ് നമ്മുടെ വീട്ടിൽ സൂപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ ബെഡ് റോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് പുതിയ പ്ലാന്റ്സ്, നമ്മുടെ ഈ പ്ലാന്റ്സിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൊപ്പഗേഷൻ്റെ മെത്തേഡിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.